ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, സോ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന് സ്റ്റേജ് 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു അനാലിസിസ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ പേര് കിരൺ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് ഈ അനാലിസിസ് കാര്യത്തിലോട്ട് പോയാലോ? സോ ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താ പറയാ, ഈ വീഡിയോ ആയി ബന്ധപ്പെട്ടതും ഈ PPTസും എല്ലാം @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിലും @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ചാനലിലും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തേക്ക് വരാം. ഓക്കെ, അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഒരു എക്സാമിന്റെ അനാലിസിസ് ആകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ അല്ലേ? അത് തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ സ്ട്രാറ്റജി എല്ലാം ഡിസ്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചിലർക്ക് കട്ട് ഓഫ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഈ ഒരു ഫസ്റ്റ് തന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാപ്പോഴും പറയുന്ന പോലെ ഇതൊരു പ്രിലിംസ് എക്സാം ആണ്, ഇതൊരു എലിമിനേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 90 കിട്ടിയതുകൊണ്ട് ഉടനെ എന്താ പറയാ, മെയിൻസിൽ ഒരു എക്സ്ട്രാ മാർക്കൊക്കെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് ജോലി കിട്ടാനുള്ള പരിപാടിയൊന്നും അല്ല. ഇതൊരു പ്രിലിംസ് അല്ലേ. ഒരു 60 മാർക്ക് നമുക്ക് ഇനഫ് ആണ്. കറക്റ്റ്. നമ്മുടെ മിഷൻ എന്തായിരുന്നു? 70 മാർക്ക് വാങ്ങാന്നായിരുന്നു. കട്ട് ഓഫ് എത്രയാണ്? 50 to 55. ഇതിൽ ഞാൻ ഇതുവരെ മാറ്റം പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? ഇപ്പോൾ ഉള്ളതിൽ ഞാൻ മാറ്റം പറയാൻ പോകുന്നില്ല. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഇപ്പോൾ സ്റ്റേജ് 2ന് ശേഷം. കാരണം സ്റ്റേജ് 2-ല് നമുക്ക് എന്താ വരാൻ പോകുന്നത് ആക്ച്വലി. ഓക്കെ, ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫ് ആയിരിക്കാം. ഇപ്പൊ മാത്സ് ഇംഗ്ലീഷ് കുറച്ചുകൂടി എന്താ പറയുക, മോഡറേറ്റ് എക്സാം ആയിരുന്നു. അപ്പൊ അത് ആ ഭാഗം ടഫ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാവുന്നതാണ്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള നമുക്ക് സ്ട്രാറ്റജി വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, PSC ഒരു സെഷൻ, അതായത് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് എക്സാം നടത്തുന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ സ്റ്റേജും ഡിഫറെന്റ് ആയിരിക്കും. ഒരു സ്റ്റേജ് വളരെ ടഫ് ആയിരിക്കും, ഒരു സ്റ്റേജ് ഭയങ്കര ഈസി ആയിരിക്കും, ഒരു സ്റ്റേജ് എന്തായിരിക്കും, മോഡറേറ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റത്തിന്റെ പേരാണ് നോർമലൈസേഷൻ. അപ്പൊ ഈ നോർമലൈസേഷൻ ഉണ്ടാവുമോ ഇല്ലയോ, എന്തൊക്കെയാണ് സിറ്റുവേഷൻ, അതൊക്കെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത്രയും കാലത്തെ ഡിഗ്രി ഒരു പ്രിലിംസിന്റെ ഒരു കട്ട് ഓഫ് റേറ്റ് അനുസരിച്ച് അതൊരു 50-55ന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പോലെയാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക പോസ്റ്റിന് മാത്രം എന്തിരിക്കുന്നത്, മുകളിൽ പോയിരിക്കുന്നത്. ഇപ്പൊ നമുക്കുള്ള പോസ്റ്റുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI അങ്ങനെയുള്ള പോസ്റ്റിനല്ലേ. അപ്പൊ ഒരു 50-55 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ സാർ ഞങ്ങൾ 45 to 50 ആണുള്ളത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും. അവർക്ക് വേണ്ടി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് 2 കഴിയട്ടെ. ഓക്കെ, സ്റ്റേജ് 2 നമ്മൾ അനാലിസിസ് ചെയ്തതിന് ശേഷം ഇതിനേക്കാളും ടഫ് ആണെങ്കിൽ ഉറപ്പായി നോർമലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോർമലൈസ് ചെയ്ത മാർക്കൊക്കെ വരുമ്പോൾ 44, 40, 42, ഓക്കെ, 45 ഇങ്ങനെ കിട്ടിയവരും എന്തായിരുന്നു, എന്താ പറയാ, നോർമലൈസേഷൻ മാർക്കിൽ കടന്നുകൂടി മെയിൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി പറ്റിയായിരുന്നു. അപ്പൊ അത് നമുക്ക് സ്റ്റേജ് 2ന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 55 മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, എന്താ പറയാ, മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ക്ലിയർ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്ത്. എങ്ങനെയാണ് ഓവറോൾ എക്സാം എങ്ങനെയുണ്ട്? ഞാൻ അതിനെ ടഫ് ഒന്നും വിളിക്കില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന പോർഷൻ കമ്പാരിറ്റീവ്ലി ഒരു മോഡറേറ്റ് ആയിരുന്നു. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യനും എടുക്കുമ്പോൾ ഒരു മോഡറേറ്റ് എക്സാം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തി അത് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, മെയിൻ പ്രോബ്ലം ആയിട്ട് സ്റ്റുഡൻസ് എല്ലാം പറയുന്നത് ലോങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, എൻ്റെ അടുത്ത് സമയം ഉണ്ടായിരുന്നില്ല, വായിച്ച് തീരാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്ക് ആ സിസ്റ്റം എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സമയമില്ല നിങ്ങൾ പറയുന്നു. അപ്പൊ എങ്ങനെ നിങ്ങളൊരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുക? ഈ കഴിഞ്ഞ പ്രിലിംസ് എക്സാം എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്? ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് വൊക്കാബുലറി പാർട്ടിലേക്ക് പോവുക. ഒരു 10 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. വൊക്കാബുലറി വായിച്ചു കഴിഞ്ഞാൽ 2 ചോയ്സേ ഉള്ളൂ, ഒന്നെങ്കിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല. അത് വായിക്കാൻ വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പൊ 10 ക്വസ്റ്റ്യൻ നമുക്കൊരു 5 മിനിറ്റ്സോ ഉണ്ടോ 7 മിനിറ്റ്സോ ഉണ്ടോ തീർക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിരിക്കും ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ മലയാളത്തിലോട്ട് പോയി. ഓക്കെ അല്ലെ? മലയാളം എന്താ പറയാ, വായിച്ചു നോക്കിയതിനു ശേഷം അതിൽ വൊക്കാബുലറി സെക്ഷൻ ഉണ്ട്. എന്താ പറയാ, അതായത് ഇംഗ്ലീഷ് മലയാളത്തോട്ട് കൺവേർട്ട് ചെയ്യുക, പഴഞ്ചൊല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വൊക്കാബുലറി സെക്ഷൻ പര്യായമൊക്കെ അറിയും അറിയില്ല,
റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ചെയ്തതിനു ശേഷം ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക്, അതായത് IT ഭാഗത്തിലോട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യനിൽ മാക്സിമം ക്വസ്റ്റ്യൻസും ഫാക്ട് ബേസ്ഡ് ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടി അധികം സമയം വേണ്ട. അതിന്റെ താഴെ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക് ഉണ്ടാവും 5 ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം നിങ്ങൾ റീസണിങ് പാർട്ടിലേക്ക് പോകുന്നു. മാത്സിലോട്ടല്ല, റീസണിങ്. ആ റീസണിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ഒരു ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കുക, സമയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി എന്റെ അച്ഛന്റെ കൊച്ചച്ഛന്റെ ആരോ ആണ് ചിത്രത്തിലുള്ളത് അവർ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ 5 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എക്കണോമിക്സിലേക്ക് പോകുന്നു. എക്കണോമിക്സിൽ എന്തുണ്ടാവും? 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായില്ലേ? എക്സാം ഹാളിൽ എക്സാം ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ഞാൻ ആദ്യം മാത്സ് എല്ലാം ചെയ്യും, എന്നിട്ട് ഇംഗ്ലീഷിലോട്ട് പോകും, എന്നിട്ട് ഞാൻ GK പോകും. നടക്കൂല. ഓക്കെ, ഞാൻ GK പോർഷൻ എന്ത് ചെയ്യും? എനിക്ക് അറിയാവുന്നത് ചെയ്യും, എന്നിട്ട് മാത്സിലോട്ട് വരും, എന്നിട്ട് ഞാൻ മാത്സ് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് നോക്കും, പിന്നെ GK പോകും. നടക്കൂല. ഓക്കെ, കാരണം നമ്മുടെ കയ്യിൽ 1 hour 15 minutes ആണ് ടൈം ഉള്ളത്. കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യായിരുന്നു വെറും ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ. ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ. എന്നിട്ട് റീസണിംഗിലെ റിമൈനിങ് പാർട്ട് 5 ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരുന്നു. ഓക്കെ, എന്നിട്ട് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ചെയ്യണു. ഓക്കെ, അപ്പൊ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ നമുക്ക് ആ കാണുന്ന ക്വസ്റ്റ്യനിൽ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ, അതിൽ മാക്സിമം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ. അതായത് അറിയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യല്ലോ. അപ്പൊ അറിയുന്ന ക്വസ്റ്റ്യൻസ് വിട്ടുപോയി, ഞങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. എന്നിട്ട് നിങ്ങൾ സിവിക് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ മാത്സിലെ 10, ജോഗ്രഫിയിൽ 5, ഹിസ്റ്ററിയിലെ 10, കോൺസ്റ്റിറ്റ്യൂഷനിൽ 5, ഇംഗ്ലീഷ് ഗ്രാമറിലെ 10, ഇങ്ങനെ എന്തുണ്ട്? ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ഇത് എങ്ങനെ ചെയ്യണം എന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഓക്കെ ആയി. ഇത്രയല്ലേ എന്താ പറയുക, ഒരു ടൈം മാനേജ്മെന്റ് പ്രോസസ്സ് നമുക്ക് ചെയ്യാനുള്ളൂ ആക്ച്വലി. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? PSCയിൽ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ KPSM മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്, എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യം. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റേജ് 2 ഞങ്ങൾ എഴുതുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് അറിയണം. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ സ്റ്റേജ് 2 വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി വീഡിയോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇടുന്നുണ്ട്. ആ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ എന്തുള്ളൂ, ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സംഭവം, നമ്മൾ ഒരുപാട് എന്താ പറയാ ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ. അതിൽ ഇപ്പൊ നമുക്ക് എന്താ ക്വസ്റ്റ്യൻസ് വിടുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് വലിയ ക്വസ്റ്റ്യൻസ് ആണ് വിടുക, ചെറിയ ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോടുള്ള ചോദ്യമുള്ളത്, ഞാൻ KPSM മെത്തേഡ് അനുസരിച്ച് ഒരു പോർഷനെ വിടാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പോർഷൻ ഏതാണ്? ആക്ച്വലി മിഡീവൽ ഹിസ്റ്ററി ആണല്ലോ. അത് മിഡീവൽ ഹിസ്റ്ററി ഒരുപാട് പഠിക്കാനില്ലേ. ആ ഒരുപാട് പഠിച്ചതിന് ശേഷം 1-2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണുള്ളൂ, ചെയ്യാൻ വരുള്ളൂ. അത്രയും പഠിക്കാൻ വേണ്ടി ടൈം എന്തായിരിക്കും? വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മെയിൻസിന് ഞാൻ പറയുന്നു, മിഡീവൽ ഹിസ്റ്ററി എന്ത് ചെയ്യുക? വിടുക. ആ ഒരു ക്വസ്റ്റിന് വേണ്ടി ബാക്കി നമുക്ക് എന്താ പറയാ, ബാക്കിയുള്ള 90 മാർക്ക് നമുക്ക് കളയാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആണ്. ഓക്കെ, ഇനി ചോദ്യം. ഓക്കെ, മിഡീവൽ ഹിസ്റ്ററി എന്നുള്ള ചോദ്യം മുഗൾ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. ഇതിലുള്ള ചോദ്യങ്ങളും ചോദ്യവുമായി ബന്ധപ്പെട്ട ഫാക്ട്സും എല്ലാം ഇനി വരുന്ന വീഡിയോസിൽ ഉണ്ടാവും. നമുക്കിപ്പോ ഒന്ന് അനാലിസ് ചെയ്യാം. ഓക്കെ അല്ലെ? മുഗൾ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. മുഗൾ ആർക്കിടെക്ചർ മാത്രം പഠിച്ചാൽ മതിയാ? പോകല്ലോ. ഓക്കെ അല്ലേ? ഡൽഹി സുൽത്താനേറ്റിൽ ഒരുപാട് വംശങ്ങളില്ലേ, അവരുടെയൊക്കെ പഠിക്കണ്ടേ? ഇനി അവരുടെ പേര്, അവർ നടത്തിയ പൊളിറ്റിക്കൽ എന്താ പറയാ യുദ്ധങ്ങൾ, പിന്നെ ആർക്കിടെക്ചർ, ഇതെല്ലാം പഠിച്ച് ഇതിൽ ഏത് വരും അറിയില്ല. അപ്പോഴാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇത് അറിയുന്നവരുണ്ടാവും, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് അറിയണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിനു വേണ്ടി ഇത്ര അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ബെനിഫിറ്റ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന മിഡീവൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? വിടുക. ഒരു ക്വസ്റ്റ്യൻ അല്ലേ വന്നിട്ടുള്ളൂ, അത് വിടുക, വേറെ ഒന്നും വിടരുത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട് ജോഗ്രഫി, എക്കണോമി ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഹിസ്റ്ററി ടഫ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? വിടുക. അത് വിട്ടതിന് ശേഷം ബാക്കിയുള്ള മാർക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഓക്കെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തില് ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ, ഓക്കെ, അത്രയും ടോപ്പ് ഒന്നും അല്ല, എബോ ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 40 മാർക്കിന്റെ സംഭവം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കൂ. ഓക്കെ അല്ലെ? ഈ ഹിസ്റ്ററിയിലെ ടഫ് ക്വസ്റ്റ്യൻ, ജോഗ്രഫി, എക്കണോമി ഇതെല്ലാം വിട്ടതിന് ശേഷം 20 ക്വസ്റ്റ്യൻ വിട്ട്, എന്നിട്ട് IT-യും ആർട്ട് ആൻഡ് ലിറ്ററേച്ചറും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ തന്നെ പറ. ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിലെ എല്ലാ കാര്യവും നമുക്ക് 10 ക്വസ്റ്റ്യനിലെല്ലാം നമുക്ക് എന്താ പറയാ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരുമോ?
കാരണം ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, ആർട്ട് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ മാത്രമല്ല പഠിക്കാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനില്ലേ, മെയിൻസിന് പഠിക്കാനില്ലേ, ഇതെല്ലാം ചെയ്യാനില്ലേ. അതെല്ലാം വിട്ടിട്ട് എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നാൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പൊ വിടാനുള്ളത് എന്ന് വെച്ചാൽ മിഡീവൽ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് അല്ലേ? ആണ്. ഓക്കെ, എന്റെ ചോദ്യം നിങ്ങളോട്, നെക്സ്റ്റ് സ്റ്റേജിൽ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇങ്ങനത്തെ എന്താ പറയാ ഭയങ്കര അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷൻ വിടുവോ? ഓക്കെ, നമുക്കൊരു 55 മാർക്സ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ശരിയാക്കി തന്നെ ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിക്കും, ബബിൾ ചെയ്ത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരാം, ടെൻഷൻ വരാം, ആണല്ലോ. അതെല്ലാം വേണമല്ലോ ആക്ച്വലി. ഓക്കെ അല്ലേ? അതെല്ലാം ഉള്ളതല്ല എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പോർഷൻസ് വിടുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലല്ലോ. ഓക്കെ സാർ, അപ്പൊ ഇത് ഭയങ്കര ടൈം കൺസ്യൂം ആണ്, എവിടെ നിന്ന് വന്നു എന്നറിയില്ല, വി ഡോണ്ട് നോ അബൌട്ട് സോഴ്സ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തെറ്റായതോ ശരിയായതോ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്പ് നിങ്ങൾക്ക് അറിയാവോ? ഓക്കെ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ അതിന്റെ പരിമിതികളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഈ 4 ഓപ്ഷൻ വായിച്ചിട്ട് ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ട പരിമിതി എന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഒരു അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അത്രയല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ ആക്ച്വലി. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവേ, എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതല്ലേ അവരിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്ന ഏതാണ് എന്നൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് നമ്മൾ പഠിക്കുന്നതാണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ NCERT ആണ്. NCERT-യിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെന്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. സെയിം ലെവൽ ക്വസ്റ്റ്യൻ എന്താണ് ആക്ച്വലി? ഇതാണ് ജോഗ്രഫി വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന ഏതെന്താണ് പ്രസ്താവനയാണ്? മൺസൂൺ എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ വൃത്തിയായിട്ട് എന്ത് ഉണ്ടാവും? NCERT-ൽ പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ചതിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയുമോ എന്ന് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നത് ഇതിൽ ഏതാണ് എന്നാണ് അവരുടെ ചോദ്യം അതിലുള്ളത്. ഓക്കെ, ഒരു അനാലിസിസ് ടൈപ്പ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ നോക്കിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും അവർ അവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ചെയ്യാവുന്ന ചോദ്യമേ അവിടെ ഉള്ളൂ. ഓക്കെ, ഇത് വായിക്കാൻ കിട്ടുന്നില്ല, ടൈം ഇല്ല എന്ന പ്രശ്നമാണെങ്കിൽ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ടൈം മാനേജ്മെന്റ് അവിടെ ഉണ്ട്, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത്. കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മോഡേൺ ഹിസ്റ്ററി എന്നുള്ളത്. ഓക്കെ, മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണ്. ഈ പ്ലാനിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് അറിയുന്നില്ല. അതായത് ഗവർണർ ജനറൽ എന്താ പറയാ അപ്പോയിന്റ് ബ്രിട്ടീഷ് കിങ് ആണോ, അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റേറ്റിൽ പ്രിൻസസ് സ്റ്റേറ്റ്സിനെ കൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, ഡൊമിനിയൻ സ്റ്റാറ്റസ് അപ്പ എങ്ങനെയാണ് 47-ൽ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് ഉണ്ട്. മക്കളെ സോഴ്സ് എന്താ? NCERT, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലെ? റഷ്യൻ റവല്യൂഷൻ ഉണ്ട്, അതിൽ സോവിയറ്റ് വർക്കേഴ്സിന്റെ സ്ട്രൈക്സ് എങ്ങനെയാണെന്ന് അറിയില്ല, ബോൾഷെവിക്കിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല, അവർ ആദ്യം സോഷ്യലിസം പറഞ്ഞെന്ന് അറിയില്ല. സോഴ്സ് എന്താണ്? NCERT. ഓക്കെ, ടാക്സ്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, ഇത് വായിക്കുമ്പോൾ ടൈം എടുക്കുന്നു. സോഴ്സ് എന്താണ്? NCERT. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്. സോഴ്സ് എന്താണ്? NCERT. ഓക്കെ, അപ്പൊ ഇതിന്റെ മുഴുവൻ സോഴ്സ് എന്താ? NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. കുറച്ച് അപ്ലിക്കേഷൻ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട്, അപ്പൊ ഇങ്ങനെ വന്ന എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ ലീവ് ചെയ്യാൻ പോവാണോ? ഓക്കെ, എന്ന് വെച്ചാൽ PSC പുതിയ പുതിയ ക്വസ്റ്റ്യൻ ടൈപ്പ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതെല്ലാം ലീവ് ചെയ്തിട്ട് എപ്പം നിങ്ങൾ ജോലി വാങ്ങി, എപ്പം നിങ്ങൾ ഇത് ചെയ്ത് എന്താ PSC എന്താ പഞ്ചവത്സരത്തിയാക്കാൻ നോക്കുക? അല്ലല്ലോ. PSC എന്ന് പറഞ്ഞാൽ റോളിംഗ് പ്ലാൻ ആണ്, ഒറ്റ വർഷത്തിനുള്ളിൽ റോൾ ചെയ്ത് പോണ്ടേ. ഓക്കെ അല്ലേ? നാഷണൽ സ്പേസ് ഡേ ക്വസ്റ്റ്യൻ ഉണ്ട്. സാർ ഇത് എവിടെന്നാ വന്നത്? അതാ. ഓക്കെ അല്ലേ? PIBയുടെ എന്തുണ്ട് ആക്ച്വലി? നാഷണൽ സ്പേസ് ഡേ കുറിച്ച് അവർ കൃത്യമായിട്ട് ഒരു ആർട്ടിക്കിൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. PIB എന്ന് പറഞ്ഞാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്, നമ്മുടെ ഗവൺമെന്റിന്റെ സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ KPSM മെത്തേഡ് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഒന്നാമത്തെ സോഴ്സ് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്, നോ പ്രോബ്ലം, അത് നിങ്ങൾ എടുത്തോളൂ. 2 മെയിൻ സോഴ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് NCERT SCERT, പിന്നെ ഗവൺമെന്റ് സൈറ്റ് ഗവൺമെന്റ് ഡോക്യുമെന്റ്. ഇത് തന്നെയാണ് PSC എന്ത് ചെയ്യുന്നത്? ലൈൻ ബൈ ലൈൻ എടുത്തിട്ട് അതേപോലെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഇടുക. ഓക്കെ, അത് പഠിച്ചിട്ട് പോകാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ സോഴ്സ് വളരെ കുറഞ്ഞിട്ടില്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾക്കുള്ള എന്താ പറയാ എന്താണ് പഠിക്കുന്ന ടോപ്പിക്കിന് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നിട്ടില്ലേ? അത് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റേജ് 2-ല് സ്റ്റേജ് 1-ന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കതില് അപ്കമിങ് വീഡിയോയില്
സ്റ്റേജ് 2 എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ രീതിയിൽ ഒരു അനാലിസിസ് പറയാനുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, PSCയിൽ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആ ചേഞ്ചസിനനുസരിച്ച് എന്താ പറയാ, നമ്മൾ നേരത്തെ പ്രിപ്പയർ ആയിരിക്കണം. അത് പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടി നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്ന് പറഞ്ഞാൽ അത്രയും സമയം പോവുകയാണ്. ഓക്കെ, അപ്പൊ അതേ സിനിമയിൽ പറഞ്ഞ പോലെ ഇനി അടുത്ത കാവില് പാട്ട് മത്സരം ഇല്ലെങ്കിലോ, കുറെ കഴിഞ്ഞിട്ടാണോ വരുന്നതെങ്കിലോ, പോയില്ലേ. അപ്പൊ നമ്മുടെ ലക്ഷ്യം സെക്രട്ടറി അസിസ്റ്റന്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് എനിക്കൊരു അനാലിസിസ് ടൈപ്പിൽ ഇപ്പൊ പറയാനുള്ളത് ആക്ച്വലി. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ആ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നല്ലോ, അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന വീഡിയോസിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തിട്ട് സ്ട്രാറ്റജി എല്ലാം പറയാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ധന്യവാദ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എന്താണ്, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, സോ എക്സാമിൽ എന്താ പറയുക, മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും, പുതുതായിട്ട് എഴുതുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി കഴിഞ്ഞ വർഷം ക്ലിയർ ചെയ്തവരായിരിക്കും. പക്ഷെ എന്തുണ്ടാവും, ചെറിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയല്ല, കോൺസെൻട്രേറ്റ് ഓൺ നെക്സ്റ്റ് എക്സാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്തു, ഇനി നമുക്ക് 2 പേപ്പറുണ്ട്. ഓക്കെ, അത് നമുക്ക് മോർ ദാൻ 140 വാങ്ങണം. കാരണം എത്ര വേക്കൻസി വരുന്നോ എന്താണെന്നോ ഒക്കെ നമുക്ക് അതിന് ശേഷമൊക്കെ അറിയുള്ളൂ. എല്ലാം ഒരു എയറിൽ ഉണ്ടാവും, ഇത്ര വേക്കൻസി ഉണ്ടാവും, ഇത്ര സംഭവം ഒന്നും ഉണ്ടാവുന്നു. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ടോപ്പിലെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.